എന്താടാ നിന്റെ നെറ്റിയിലൊരു മുറിവ്? അത് അത് എന്താടാ നിന്ന് പരുങ്ങുന്നത്? ആരുമായിട്ടാ നീ ഇന്ന് തല്ലുകൂടിയത്? അയ്യോ, തല്ലുകൂടിയതല്ല. തല്ലുകൂടാതെ പിന്നെ ചുമ്മാ നിന്റെ നെറ്റി മുറിയൂ. സത്യം പറയടാ, എങ്ങനെയാ മുറിഞ്ഞത്? അത് കാല് വെച്ച് കുത്തിയതാ. ദേ, മുഖത്ത് നോക്കി കള്ളം പറയരുത് ടിന്റുമോനെ. നിലത്ത് നോക്കി കള്ളം പറയാമോ അച്ഛ? എവിടെ നോക്കിയും കള്ളം പറയാൻ പാടില്ല. സത്യം പറഞ്ഞോ, ഞാൻ തല്ലില്ല. എങ്ങനെയാ നെറ്റി മുറിഞ്ഞത്? അയ്യോ അച്ഛാ, ഇത് കാല് വെച്ച് കുത്തിയത് തന്നെയാ. കാല് വെച്ചു കുത്തിയാൽ എങ്ങനെയാണടാ നെറ്റി മുറിയുന്നത്? അത് കാല് വെച്ച് കുത്തിയപ്പോ നെറ്റി കുത്തി വീണു. എന്നിട്ട് കാലിനൊന്നും പറ്റിയില്ലേ? ഇല്ലച്ചാ, അതല്ലേ അത്ഭുതം. കാലിനൊന്നും പറ്റിയില്ല. എടാ, നീ ഇതും പറയും ഇതിന്റെ അപ്പുറവും പറയും. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ആട്ടെ, എന്തൊക്കെയാ ക്ലാസ്സിലെ മറ്റു വിശേഷങ്ങൾ? നിന്റെ കൂട്ടുകാരൻ ബിനു എന്തു പറയുന്നു? മലയാളം. അതല്ല, അവൻ എങ്ങനെ ഇരിക്കുന്നു? എല്ലാവരും ഇരിക്കുന്നത് പോലെ തന്നെ അച്ഛാ അവനും ഇരിക്കുന്നത്. ഓ, ഇങ്ങനെയൊരു മണങ്ങോടൻ. എടാ, അവന് സുഖാണോന്ന്? അത് ശരി, എന്റെ നെറ്റിയിടിച്ച് പൊട്ടിച്ച അവനോടാണല്ലേ അച്ഛന് സ്നേഹം. എന്നോട് സ്നേഹം ഇല്ല. എനിക്കത് നേരത്തെ അറിയാമായിരുന്നു. അങ്ങനെ പറ. അപ്പോ അവനുമായിട്ട് തല്ലുകൂടി നെറ്റിയും പൊട്ടിച്ച് വന്നിരിക്കുകയാണല്ലേ? നാണമില്ലടാ നിനക്ക്? ഞാനെന്തിനാ നാണിക്കുന്നത്? അവന്റെ നെറ്റി ഞാനും ഇടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. കള്ളം പറയുന്നതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? ഇനി നീ കള്ളം പറഞ്ഞാൽ അടിച്ച് നിന്റെ തലമണ്ട ഞാൻ പൊളിക്കും. നോക്കിക്കോ. കള്ളം പറഞ്ഞാ തലമണ്ട പൊട്ടിക്കും, അതാണല്ലേ ശിക്ഷ? എങ്കിലേ ഞാനും അത് തന്നെയാ ചെയ്തത്. എടാ, നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് ശിക്ഷ? എന്ത് തലമണ്ട? ഈ അച്ഛനൊരു മണ്ടയും ഇല്ല. ചാ, ആ പിന്നുണ്ടല്ലോ, സ്കൂള് വിട്ട് പുറത്തു വന്നപ്പോ എന്നോട് പറയാ, എടാ ടിൻഡു, നിന്റെ അച്ഛൻ എന്തൊരു പാവമാണ്. അങ്ങേരെ പോലെ ഒരച്ഛനെ എനിക്ക് കിട്ടിയാ മതിയായിരുന്നു എന്ന്. അത് മാത്രമല്ല, ടിൻഡുവിന്റെ അച്ഛൻ നല്ല സ്നേഹമുള്ള അച്ഛനാണെന്നു. അവൻ വിവരമുള്ളവനാ. വിവരമുണ്ടെന്ന് വെച്ച് ഇങ്ങനെ കള്ളം പറയാമോ? ബാക്കി പറയുന്നതിന് മുമ്പ് തലമണ്ട നോക്കി നല്ല ഇടി അങ്ങ് കൊടുത്തു. അങ്ങനെ കള്ളം പറഞ്ഞ് ശീലിക്കരുതല്ലോ. അപ്പൊ അവൻ എന്നെ തിരിച്ചടിച്ചു. ഞാനൊരു നല്ല കുട്ടിയായത് കൊണ്ട് അതങ്ങ് ക്ഷമിച്ചു.